CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം ഗവൺമെന്റ് വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങുന്നു. കോളേജിലെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെയും കാന്റീൻ കോംപ്ലക്സിന്റെയും ശിലാസ്ഥാപനവും ലൈബ്രറി ആൻഡ് അമ്യൂണിറ്റി സെന്ററിന്റെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. അബൂബക്കറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ മുസ്ലിം ലീഗ് ഭയപ്പെടുകയാണെന്നും യഥാർത്ഥത്തിൽ പേയ്മെന്റ് സീറ്റുകൾ നൽകുന്ന രീതി ലീഗിന്റേതാണെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം മണികണ്ഠൻ പൊറ്റശ്ശേരി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തന്റെ ഇടം മുസ്ലിം ലീഗിന്റെ നേതൃത്വം കാണിക്കണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. PM ആർഷോ തന്നെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയതായി മാർക്സിസ്റ്റ് കൂട്ടായ്മ നേതാവ് ഷാനിഫ്. തീർത്തുകളയുമെന്ന് ആർഷോ ഭീഷണിപ്പെടുത്തിയതായും എവിടെയാണുള്ളതെങ്കിൽ അങ്ങോട്ട് വരാമെന്ന് താൻ മറുപടി നൽകിയതായും ഷാനിഫ് പറഞ്ഞു. മലപ്പുറം ഗവൺമെന്റ് വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങുന്നു. കോളേജിലെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെയും കാന്റീൻ കോംപ്ലക്സിന്റെയും ശിലാസ്ഥാപനവും ലൈബ്രറി ആൻഡ് അമ്യൂണിറ്റി സെന്ററിന്റെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. അവരുടെ പരസ്പര ആശയവിനിമയം സാധ്യമാക്കാനും കോമൺ ഇംപ്ലിമെന്റേഷൻ ഫെസിലിറ്റീസ് ഷെയർ ചെയ്യുന്നതിനും പേറ്റന്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക ഉപദേശങ്ങൾ അവർക്ക് നൽകുന്നതിനും ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകളെയും ഫെലോഷിപ്പുകളെയും സംബന്ധിച്ച് വിവരം നൽകാനും അന്തർദേശീയ നിലവാരമുള്ള ജേർണലുകൾ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനുമൊക്കെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു സംവിധാനമാണ് കേരള നെറ്റ്വർക്ക് ഫോർ ബിസിനസ് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സ്ഥാപനം കൗൺസിലിന്റെ ആസ്ഥാനത്താണ്. അതിന്റെ മെയിൻ ആസ്ഥാനം. കൂടാതെ 2 ഉപകേന്ദ്രങ്ങൾ കൂടി അതിന് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമൻസ് കോളേജ്. കുട്ടികൾക്ക് ആധുനിക വൈജ്ഞാനിക മേഖലകളിൽ ഉയർന്ന പഠന സാഹചര്യങ്ങൾ ഒരുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. അടുത്ത അധ്യയന വർഷത്തോടെ ഇൻകേൽ സിറ്റിയിലെ പുതിയ കെട്ടിടത്തിലേക്ക് കോളേജ് മാറ്റാൻ സാധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ചടങ്ങിൽ പദ്ധതിയുടെ ശിലാഫലക അനാച്ഛാദനവും MLA നിർവഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആശംസാ പ്രസംഗം നടത്തി. കിഫ്ബി ഫണ്ടിൽ നിന്ന് 18.61 കോടി രൂപ ചിലവിലാണ് അക്കാദമിക് ബ്ലോക്കും കാന്റീൻ കോംപ്ലക്സും നിർമ്മിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.30 കോടി രൂപ വിനിയോഗിച്ചാണ് ലൈബ്രറിയും സ്റ്റുഡൻസ് അമ്യൂണിറ്റി സെന്ററും പണിതീർത്തത്. CCN മലപ്പുറം. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ തന്നെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയതായി മാർക്സിസ്റ്റ് കൂട്ടായ്മ നേതാവ് ഷാനിഫ്. തീർത്തുകളയുമെന്ന് ആർഷോ ഭീഷണിപ്പെടുത്തിയതായും എവിടെയാണുള്ളതെങ്കിൽ അങ്ങോട്ട് വരാമെന്ന് താൻ മറുപടി നൽകിയതായും ഷാനിഫ് പറഞ്ഞു. ഇന്നലെ രാത്രി 9:49 ഒറ്റപ്പാലത്ത് വെച്ചൊരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ബൈക്കിലായിരുന്നു വന്നിരുന്നത്. ആ സമയത്ത് PM ആർഷയുടെ പേഴ്സണൽ നമ്പറിൽ നിന്ന് എൻ്റെ നമ്പറിലേക്ക് ഒരു ഫോൺ വരികയാണ്. വാട്സപ്പ് കോളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 4 മിനിറ്റോളം അദ്ദേഹം എന്നോട് സംസാരിച്ചത് മുഴുവൻ തുടങ്ങിയത് തൊട്ട് ഇയാള് സംസാരിക്കുമ്പോൾ തന്നെ നാവ് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. ആ സമയത്ത് തന്നെ ഇയാളോട് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു, ഇപ്പൊ സംസാരിക്കേണ്ട ആർഷോ, നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പൊ നിങ്ങൾ ശരിയായ സമയത്തല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് എടുത്തു നിന്ന് ആരോ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇയാൾ ഞാൻ തമ്മിൽ ഭയങ്കര അത്യാവശ്യം നല്ല ബന്ധത്തിൽ തന്നെയാണ്. മോശമായിട്ടുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാറുണ്ട്. ഞാൻ പോലും സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വിളിച്ചിട്ട് PK ശശി എവിടെയും മത്സരിക്കില്ല, ഗവൺമെന്റിൽ നിന്ന് വാങ്ങിയ ആനുകൂല്യങ്ങൾ മുഴുവൻ അയാളോട് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഫുള്ള് ആർഷോ തിരിച്ചടപ്പിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നേരിട്ട് PK ശശിയെ വിളിച്ച് ഈ വിഷയം പറയുന്നതാവും നല്ലത്, ഇന്നോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നമ്പർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം തെറിയെ വിളിക്കുന്നത്, ഫുള്ള് മോശപ്പെട്ട രീതിയിലുള്ള തെറികളെ വിളിക്കുന്നത്. അപ്പൊ സമാനമായ രീതിയിൽ ഞാനും അതിനനുസരിച്ചുള്ള മറുപടി പറഞ്ഞു.
മറുപടി പറഞ്ഞതിന് ശേഷം ഇതേ എന്നോട് പറഞ്ഞു എറണാകുളത്ത് എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ മതി, തീർത്ത് കളയും, കൊന്നു കളയും, ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മണ്ണാർക്കാട് ഇപ്പൊ എവിടെയുള്ളത്, ഞാൻ ആ സ്ഥലത്തേക്ക് വരാം, നമുക്കൊന്ന് കാണാലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചോടുകൂടി ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ വിളിച്ചത് കാഞ്ഞിരപ്പുഴ CPM ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദിനോടാണ്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഈ വിഷയം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അദ്ദേഹം സ്വയബോധത്തിലല്ല സംസാരിക്കുന്നത്, നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം, വലിയ രീതിയിലുള്ള ഒരു സമാധാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അത് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവരുത് എന്നുള്ളത് പറഞ്ഞു. ഇത്രയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടുള്ളത്. നിങ്ങൾ നല്ല സൗഹൃദത്തിലാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചത്? നല്ല സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള രീതിയിലെ സൗഹൃദമല്ല, കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാറുണ്ട്, ഞാൻ അദ്ദേഹത്തെ ചില ആവശ്യങ്ങൾക്ക് നമ്മളെ വിളിക്കാറുണ്ട്, തിരിച്ച് ഞാനും വിളിക്കാറുണ്ട്. അതുപോലുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തത്. ഈ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. തീർത്ത് കളയുന്ന രൂപത്തിലായിരുന്നു. അതെ ഈ രീതിയിൽ മുന്നോട്ട് പോയ കൊന്നുകളയുന്നൊക്കെ ഉള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ കാലത്ത് പോയി 2026 PM മാർഷ ഭീഷണിപ്പെടുത്തിയാലും ഷാനിഫ് ഭീഷണിപ്പെടുത്തിയാലും ആരും പേടിക്കാത്തൊരു കാലം അന്ന്. എല്ലാ ആളുകൾക്കും സ്വയം എല്ലാ രീതിയിലുള്ള ശക്തികളുള്ളൊരു കാലം. ഒരാള് പേടിപ്പിച്ചുകൊണ്ട്, പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോ CPM ജില്ലാ കമ്മിറ്റി അങ്ങ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിറയ്ക്കുന്ന ആളുകളുണ്ടാവും. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അത് ശ്രീ PM മാർഷോ മനസ്സിലാക്കണം. പിന്നെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇത് എറണാകുളം പോലുള്ള പല ജില്ലകളിൽ നിന്നും വന്ന ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമല്ല. മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾ എന്താണ്, ഇവിടത്തെ നാട് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആർഷോ തയ്യാറാവും. എന്തിനാ ഈ വിഷയത്തിനൊക്കെ പരാതി കൊടുക്കേണ്ട ആവശ്യം? ഇതൊക്കെ ഏത് രീതിയിലുള്ള വിഷയവും നേരിടാൻ ഞങ്ങൾ സജ്ജമാണ്. ഇയാളുടെ ഭീഷണിയൊന്നും ഇപ്പൊ നമ്മൾ മുഖവലിക്ക് എടുക്കുന്നില്ല. നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം കൊടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത് മാത്രം. ഇദ്ദേഹത്തിന്റെ ഭീഷണിയൊന്നും നമുക്കൊരു പുല്ല് വരെ നമ്മളതിന് കൊടുക്കുന്നുള്ളൂ. CCN മണ്ണാർക്കാട്. അബൂബക്കറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ മുസ്ലിം ലീഗ് ഭയപ്പെടുകയാണെന്നും യഥാർത്ഥത്തിൽ പേയ്മെന്റ് സീറ്റുകൾ നൽകുന്ന രീതി ലീഗിന്റേതാണെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം മണികണ്ഠൻ പട്ടശ്ശേരി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തന്റെ ഇടം മുസ്ലിം ലീഗ് നേതൃത്വം കാണിക്കണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഇത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണകളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരാജയപ്പെടുന്നതിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം UDFന് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊളിറ്റിക്സ് വോട്ടുകൾക്കൊപ്പം മറ്റിതര ജനവിഭാഗങ്ങളിൽ നിന്നുകൂടി വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയൂ. ഈ ശരിയായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു പ്രദേശത്തു നിന്നും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തത്. അതിൽ വിരളി പൂണ്ട UDFും പ്രത്യേകിച്ച് ലീഗുമാണ് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ പേയ്മെൻറ്റ് സീറ്റ് നൽകുന്നത് UDF ആണ്, ലീഗാണ്. ഞങ്ങളുടെ പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണാർക്കാട്ട് നിന്ന് സ്വന്തം പാർട്ടിയിൽ ഒരാൾക്ക്, ആരും ആവട്ടെ, ലീഗ് മത്സരിക്കുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാളെ ലീഗ് സ്ഥാനാർത്ഥിയാക്കാനുള്ള തൻ്റെ ഇടവും ആത്മാർത്ഥതയും കാണിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കച്ചവടം നടന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരളത്തിലെമ്പാടും 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകർ മത്സരിക്കും, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കും, മുന്നണിയുടെ സ്വതന്ത്രന്മാർ മത്സരിക്കും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ, സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ മത്സരിക്കും. അങ്ങനെ വിവിധ നിലവാരങ്ങൾ, വിവിധ തലങ്ങളിലുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള മലപ്പുറത്ത് തന്നെ ഞങ്ങൾ 3 സീറ്റിൽ 2 സീറ്റിൽ ഇങ്ങനെ സ്വതന്ത്രന്മാരാണ് മത്സരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന പ്രഖ്യാപിതമായ രാഷ്ട്രീയ താല്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്വതന്ത്രന്മാരെയും പരീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ കേരളം ഉണ്ടായത് 56-ലാണ്. 57-ലെ തെരഞ്ഞെടുപ്പിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ച സ്വതന്ത്രന്മാർ കൂടി അടങ്ങുന്നതായിരുന്നു അന്നത്തെ കേരളത്തിൻ്റെ ക്യാബിനറ്റ്. ജസ്റ്റിസ് BR കൃഷ്ണയ്യർ അങ്ങനെ വന്നതാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അങ്ങനെ വന്നതാണ്. പാലക്കാട്ടുകാരനായ ഡോക്ടർ AR മേനോൻ അങ്ങനെ വന്ന ആളുകളാണ്. മറ്റ് 6 or 7 അംഗങ്ങൾ അന്ന് സ്വതന്ത്രന്മാരായിരുന്നു. ആ അസംബ്ലി, ആദ്യത്തെ അസംബ്ലിയെ പ്രതിനിധീകരിച്ച ഇടതുപക്ഷ മുന്നണി, അന്ന് ഇടതുപക്ഷമല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പേര് താങ്കളുടെ പേരാണ് വന്നിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് താങ്കൾ മാറിയിരുന്നു? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഉള്ള ഒരു സിസ്റ്റം, ഇപ്പം മണ്ണാർക്കാടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് പാർട്ടിക്ക് 2 പാർട്ടി മണ്ഡലം കമ്മിറ്റികളുണ്ട്. ഒന്ന് അട്ടപ്പാടി, ഒന്ന് മണ്ണാർക്കാട്. ഈ 2 മണ്ഡലം കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായം കേൾക്കും. അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ കൗൺസിലും ജില്ലാ എക്സിക്യൂട്ടീവും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വരുന്ന പേരുകളുടെ പ്രപ്പോസലാണ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നൽകുക. ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിനാണ് സ്ഥാനാർത്ഥികളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള അവകാശം, അധികാരം, ചുമതല. ആ നിലവാരത്തിൽ ഞങ്ങളുടെ പാർട്ടി എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു പൊതു തീരുമാനത്തിന്റെ ഭാഗമാണ് സ്ഥാനാർത്ഥി. നിലവിൽ പേയ്മെന്റ് സീറ്റ് എന്നുള്ള പ്രചരണം വ്യാപിച്ചു തുടങ്ങി. മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അത് ഏറ്റെടുത്തു തുടങ്ങി. പേയ്മെന്റ് സീറ്റ് എന്ന് ആരാ പറയുന്നത്? ലീഗ്, UDF. അല്ലാതെ അതെന്തുകൊണ്ടാണ് പറയുന്നത്? അല്ലെങ്കിൽ നിസ്സാരമായൊരു മത്സരമാണെങ്കിൽ അബൂബക്കറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ UDF ലീഗ് ഭയപ്പെടുന്നു. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ കുറച്ച് കാണിക്കാനും ഇടിച്ചു കാണിക്കുന്നതിനും വേണ്ടി വളരെ ബോധപൂർവം അവർ പ്രചരിപ്പിക്കുന്ന കാര്യമാണത്. അതിലൊരു വസ്തുതയില്ല. അബൂബക്കറിന് മുമ്പ് അവരുടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? അതൊക്കെ പേയ്മെന്റ് ഇടതുപക്ഷ സഹയാത്രികനല്ലേ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട്? ആ ഇടതുപക്ഷ സഹയാത്രികൻ, ഞങ്ങളത് ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് സീറ്റ് നൽകി. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കും. 100% പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക. അതിനൊരു തർക്കമില്ല. മത്സരിക്കുക മാത്രമല്ല, മണ്ണാർക്കാട് MLA ഉണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. മുസ്ലിം ലീഗ് പറയുന്നവര് മന്ത്രിയെ പ്രതീക്ഷിക്കാവോ? മന്ത്രി അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളല്ല, നമ്മുടെ പരിധിക്ക് അപ്പുറമാണ്. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോ, 3ാമത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരും. ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മാധ്യമ ഗ്രൂപ്പുകൾ സർവേ നടത്തിയല്ലോ. ആ സർവേ നടത്തി, മനോരമ നടത്തി, മാതൃഭൂമി നടത്തി. 2 കൂട്ടരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ആണ് പ്രവചിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇത്തരം പ്രവചനങ്ങളിലൊന്നും കൂടെ പോകുന്ന ആളുകളല്ല. പക്ഷെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് MLA ഉണ്ടാവും. CCN മണ്ണാർക്കാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. സിറ്റിംഗ് MLA K പ്രേംകുമാറിനാണ് ഇത്തവണ CPIM ആദ്യ പരിഗണന നൽകുന്നത്. P ഹരിഗോവിന്ദന്റെ പേരിന് പുറമെ മുൻ CPIM നേതാവ് PK ശശിയുടെ പേരും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ചർച്ചയാണ്. ചലച്ചിത്ര സംവിധായകൻ മേജർ രവി NDA സ്ഥാനാർത്ഥി അയക്കും. K പ്രേംകുമാറിന് മണ്ഡലത്തിൽ സ്വീകാര്യത കുറവാണെന്നും പ്രാദേശിക പാർട്ടി കമ്മിറ്റികളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇവ വാസ്തവ വിരുദ്ധമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. MLA എന്ന നിലയിൽ പ്രേംകുമാർ മണ്ഡലത്തിൽ സജീവമാണെന്നും പാർട്ടിയിൽ നിലവിൽ ഭിന്നതകളില്ലെന്നുമാണ് വിവരം. കോൺഗ്രസിൽ KPCC സെക്രട്ടറിയും അധ്യാപക സംഘടനാ നേതാവുമായ P ഹരിഗോവിന്ദന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. 2021 അവസാന നിമിഷം സീറ്റ് നഷ്ടപ്പെട്ട ഹരിഗോവിന്ദന് ഇത്തവണ മുൻഗണന ലഭിച്ചേക്കാം. അതേസമയം മുൻ CPIM നേതാവ് PK ശശിയുടെ പേരും കോൺഗ്രസ് വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. മത്സരരംഗത്തിറങ്ങാനുള്ള താൽപര്യം ശശി ഇതിനകം പ്രകടിപ്പിച്ചതായും ജില്ലാ CPIM വിമതരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടാകുമെന്നും കരുതപ്പെടുന്നു. ചലച്ചിത്ര സംവിധായകൻ മേജർ രവി ഒറ്റപ്പാലത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായതായാണ് വിവരം. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ സ്വീകരിച്ചു. 2016 27,000-ലധികം വോട്ടുകൾ നേടിയ NDA മേജർ രവിയെ പോലുള്ള പ്രമുഖർ എത്തുന്നതിലൂടെ വലിയ മുന്നേറ്റം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നു. 2006 മുതൽ CPIM തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ് ഒറ്റപ്പാലം. 2021 15,152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് K പ്രേംകുമാർ വിജയിച്ചത്. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് മണ്ഡലത്തിൽ മുൻതൂക്കം ലഭിച്ചിരുന്നു. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 8 സ്ഥാപനങ്ങളിൽ 6ഇടത്തും LDF ഭരണം പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. CCN കടമ്പഴിപ്പുറം.
അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ ജനിക്കുന്ന പെൺകുട്ടികളെ സമാദരിക്കുന്നതിനായി ആവിഷ്കരിച്ച കൺമണി പദ്ധതിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. 100 കൊല്ലത്തിൽ ഏതാണ്ട് 100 വർഷത്തിൽ താഴെ സമയമേ ആയിട്ടുള്ളൂ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. പുരുഷൻ വോട്ടിന് അവകാശമുണ്ട്, വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, സ്ത്രീക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല. അത് ഏറ്റവും ശ്രദ്ധേയമായി നടത്തിയ ഒരു രാജ്യം സോവിയറ്റ് യൂണിയനാണ്. സ്ത്രീ പുരുഷ തുല്യത ലോകത്ത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ തുടർച്ചയിൽ സ്ത്രീ പുരുഷ തുല്യതയുടെ ഒരു പ്രതിമ ലോകത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത് സോവിയറ്റ് യൂണിയന്റെ മോസ്കോയിലാണ്. അങ്ങനെ ഒരു നാടിനെ, ഒരു സമൂഹത്തെ അളക്കാൻ, വിലയിരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ആ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, അവർക്ക് ലഭിക്കുന്ന പരിഗണന, അവരുടെ സാമൂഹ്യ പദവി എന്നിവയെല്ലാം ആശ്രയിച്ചാണ് എന്ന് കൃത്യമായി നമുക്ക് നോക്കാനും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് ലോകത്ത് വംശീയതയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ, വിഭാഗീയമായ ചിന്തകളുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ എല്ലാം സ്ത്രീകൾ വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയും അനാദരപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി നാം കാണുകയാണ്. അത്തരമൊരു ലോകത്ത് താരതമ്യേന, ഇപ്പോൾ പൂർണ്ണമായി അവകാശപ്പെടുന്നില്ല, താരതമ്യേന മെച്ചപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് നമ്മുടെ കേരളം, നമ്മുടെ നാട് ആ നിലയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. പെൺകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന ആശയം മുൻനിർത്തി 2026 ജനുവരി 1 മുതൽ ജനിച്ച പെൺകുഞ്ഞുങ്ങൾക്ക് സ്നേഹോപഹാരം നൽകിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്ത്രീകൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന വേതനമില്ലാത്ത തൊഴിലുകളെക്കുറിച്ച് പഠനം നടത്തുന്നതിനുള്ള അദൃശ്യ പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി. ആർ റെനില പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 6 വനിതാ നിർവഹണ ഉദ്യോഗസ്ഥരെ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ AK ഷീലാദേവി ടീച്ചർ ആദരിച്ചു. ഹരിത കേരള മിഷന്റെ സഹായത്തോടെ 500 കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള മെൻസ്ട്രൽ കപ്പ് വിതരണവും ഇതോടൊപ്പം നടന്നു. കില ഫാക്കൽറ്റി അംഗം അനിത ബാബുരാജ് വനിതാ ദിന സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. അരുണ അധ്യക്ഷയായ ചടങ്ങിൽ പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV അനിത, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ അനുഷ, ലത സുരേഷ്, N. ദൃശ്യ, N. വിദ്യാലക്ഷ്മി, K. ശാലിനി, V. ഗിരിജ, CDS ചെയർപേഴ്സൺ T. സൗമ്യ, വൈസ് ചെയർപേഴ്സൺ S. രാജശ്രീ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന CDS അംഗങ്ങൾക്ക് യാത്രയയപ്പും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും ചടങ്ങിന്റെ ഭാഗമായി നൽകി. CCN കടമ്പഴിപ്പുറം. കഥകളി നാട്യാചാര്യൻ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ സ്മരണയ്ക്കായി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നിവാപം കഥകളി പുരസ്കാരത്തിന് കഥകളി നടൻ കലാമണ്ഡലം ഗുരുവായൂർ ഹരിദാസൻ അർഹനായി. വെള്ളിനേഴിയിലെ വിവിധ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഗ്രാമകലാ പുരസ്കാരത്തിന് തിറകളി കലാകാരൻ പാറക്കുണ്ടിൽ നാരായണനും യുവ കഥകളി കലാകാരന്മാർക്കായി കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കുടുംബം നൽകുന്ന രാജസം പുരസ്കാരത്തിന് ചെണ്ട കലാകാരൻ കോട്ടയ്ക്കൽ വിജയരാഘവനും അർഹരായി. മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷനും KB രാജാനന്ദ്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ 13ാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാർച്ച് 11 വൈകുന്നേരം 5 മണിക്ക് വെള്ളിനേഴി GLP സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് ഭീമനാട് 55 മൈൽ റോഡിൽ ചേപ്പിലായി ഭാഗത്ത് വാഹനം നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഭീമനാട് ഭാഗത്തു നിന്നും 55 മൈലിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തച്ചനാട്ടുകര സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പ്രവൃത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഈ ഭാഗത്ത് വാഹന ഗതാഗതം പുനരാരംഭിച്ചത്.
പൈപ്പിട്ട ഭാഗം മണ്ണിട്ട് മൂടിയിട്ടുണ്ടെങ്കിലും അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് മൂടിയത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ വശങ്ങളിലെ ഈ അപകടാവസ്ഥ ശ്രദ്ധിക്കാതെ പോയാൽ വരും ദിവസങ്ങളിലും വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും പരാതിയുണ്ട്. CCN ചത്തല്ലൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തച്ചനാട്ടുകര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുക്സിനി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഒരു ദിവസം കൊണ്ട് മാത്രം തീരുന്നതല്ല. നമ്മൾ എല്ലാവരും വനിതകൾ എന്നുള്ള രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആശ്വസിപ്പിച്ച പോലെ തന്നെ ഇവിടെ നമ്മളെക്കാൾ നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന അവർ നമുക്ക് തരുന്ന സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് എത്രത്തോളം വരയ്ക്കാൻ സാധിക്കും അത്രത്തോളം നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഇതാണ് എനിക്ക് വനിതാ ദിനത്തോടെ വിളിച്ചിട്ട് പറയാനുള്ളത്. നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ കുട്ടികളും കുടുംബവും കാര്യങ്ങളും ആകുമ്പോൾ ഇവിടെ എനിക്ക് സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും കൃത്യമായിട്ട് ടീച്ചേഴ്സായിട്ടാണെങ്കിലും ഒരുപാട് സമൂഹത്തിന് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പകർന്നു തന്ന് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നാട്ടുകൽ PTM ALP സ്കൂളിൽ വെച്ചു നടന്ന പരിപാടിയിൽ വനിതാവേദി കൺവീനർ PT റംലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വിരമിച്ച ശേഷവും സ്ത്രീകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് ആ കുഞ്ഞിന് ജന്മം നൽകുന്നു. അമ്മയുടെ ഏറ്റവും മനോഹരമായ ലോകത്തെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം എന്ന് പറയുന്നത് അവർ കുഞ്ഞിന് ജന്മം നൽകുന്ന മുഹൂർത്തമാണ്. അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ സന്തോഷം എന്ന് പറയുന്നത്, ഏറ്റവും ആനന്ദകരമായ നിമിഷം എന്ന് പറയുന്നത് താൻ അമ്മയാകുന്നു എന്ന് പറയുന്ന അമ്മയുടെ ആ തിരിച്ചറിവിന്റെ ഘട്ടം കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അങ്ങനെയുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ശിശു ബന്ധത്തിൽ പോലും ഇന്ന് ലോകം മുലയൂട്ടൽ വാരാചരണം ദിനം മാത്രമല്ല ഒരു വാരം നമ്മൾ ആചരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാലം എത്തി നിൽക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്താനാണ്. ജോയിന്റ് കൺവീനർ PI സാറക്കുട്ടി, മുൻ പഞ്ചായത്ത് അംഗം CP ജയ, VP രമണി, CM ബാലചന്ദ്രൻ, PKC നായർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN ചത്തല്ലൂർ. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സാന്ത്വന ചികിത്സാ രംഗത്ത് വേറിട്ട മാതൃകയുമായി എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഹോം കെയർ വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും വനിതകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ദിനം ചരിത്രപരമായ ഒന്നായി മാറ്റിയത്. ഒരു 10 സെക്കൻഡ് വേണം. ഒന്ന് കൈ ഒന്ന്. രോഗീ പരിചരണ രംഗത്ത് സജീവമായ വനിതാ നഴ്സുമാർക്കും വോളണ്ടിയർമാർക്കും പുറമെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലും വനിത എത്തിയത് ശ്രദ്ധേയമായി. പാലിയേറ്റീവ് ക്ലിനിക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ ജില്ലാ കൂട്ടായ്മ ഭാരവാഹി റഷീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക് വൈസ് ചെയർമാൻ സിദ്ദിഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വനിതാ സാരഥ്യം വഹിച്ച പ്രത്യേക ഹോം കെയർ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP സൈനബ നിർവഹിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും സാന്ത്വന ചികിത്സാ മേഖലയിൽ അവർ നൽകുന്ന നിസ്തുലമായ സേവനങ്ങളെ ആദരിക്കുന്നതിനുമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഡ്രൈവർ, നഴ്സ്, വോളണ്ടിയർമാർ തുടങ്ങി എല്ലാ ചുമതലകളും വനിതകൾ തന്നെ നിർവഹിച്ചു. ചടങ്ങിൽ ക്ലിനിക് ഭാരവാഹികളായ A മുഹമ്മദ് സക്കീർ, TK നജീബ്, P അലി, P സക്കീം, ഷംന, എഴുത്തുകാരി ഷാഹിദ, ഉമ്മർ കോയ, ഫാത്തിമ പൂതാനി, P സൈനബ, ഹസനത്ത്, ഹാജറ, ക്ലിനിക് ജനറൽ സെക്രട്ടറി റഹീസ്, സെറീന മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ഗവൺമെന്റ് വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങുന്നു. കോളേജിലെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെയും കാന്റീൻ കോംപ്ലക്സിന്റെയും ശിലാസ്ഥാപനവും ലൈബ്രറി ആൻഡ് അമ്യൂണിറ്റി സെന്ററിന്റെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. അബൂബക്കറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ മുസ്ലിം ലീഗ് ഭയപ്പെടുകയാണെന്നും യഥാർത്ഥത്തിൽ പേയ്മെന്റ് സീറ്റുകൾ നൽകുന്ന രീതി ലീഗിന്റേതാണെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം
മണികണ്ഠൻ പൊറ്റശ്ശേരി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തന്റെ ഇടം മുസ്ലിം ലീഗിന്റെ നേതൃത്വം കാണിക്കണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. PM ആർഷോ തന്നെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയതായി മാർക്സിസ്റ്റ് കൂട്ടായ്മ നേതാവ് ഷാനിഫ്. തീർത്തുകളയുമെന്ന് ആർഷോ ഭീഷണിപ്പെടുത്തിയതായും എവിടെയാണുള്ളതെങ്കിൽ അങ്ങോട്ട് വരാമെന്ന് താൻ മറുപടി നൽകിയതായും ഷാനിഫ് പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.